ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് പ്രോ എന്ന കമ്പനിയുടെ ലിക്വിഡ് വാൾപേപ്പറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഗോൾഡും വൈറ്റും ബ്ലാക്കും സംയുക്തമായിട്ട് ആണ് ഈ വാൾപേപ്പറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ വെറുതെ ആയില്ല, ആ വാക്കിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു വർക്കാണിത്. മാർക്കറ്റ് പ്രോയ്ക്ക് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വർക്ക് കൂടിയാണിത്. നമ്മൾ ഈ വാൾക്കൂടെ കാണുമ്പോൾ എത്ര മനോഹരം എന്ന് വിചാരിക്കും. അപ്പം നേരിൽ കാണുമ്പോഴുള്ള അവസ്ഥ കൂടെ ചിന്തിച്ചു നോക്കി. ഇതെൻ്റെ ഒരു മികവിൻ്റെ പ്രത്യേകതയല്ല, ഇത് മാർക്ക് പ്രോയുടെ ലിക്വിഡ് വാൾപേപ്പറിൻ്റെ ഒരു പ്രത്യേകതയാണിത്. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണിത്. ഇത്തരത്തിലാണ് ഈ പാക്കറ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് ഓൺലൈൻ വഴിയാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ലിക്വിഡ് വാൾപേപ്പർ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ബക്കറ്റിലേക്ക് ഇടുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പാക്കറ്റിന് 6 ലിറ്റർ വെള്ളമാണ് ഇവർ പറയുന്നത്. അതനുസരിച്ച് നമ്മൾ 2 പാക്കറ്റ് പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ 12 ലിറ്റർ വെള്ളം. കവറ് പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മൾ സിൽവറും ഗോൾഡും ഗിൽറ്റ് അഡീഷണലായിട്ട് ചേർക്കുന്നുണ്ട്. ഓൾറെഡി ഇത് സിൽവറും ഗോൾഡും ഇൻക്ലൂഡഡ് ആണ്, എങ്കിലും നമ്മൾ അഡീഷണലായിട്ട് ഓരോ പാക്കറ്റിൻ്റെ പകുതി വീതം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ടും, ഒരു ഗോൾഡിൻ്റെ ഒരു എഫക്റ്റും സിൽവറിൻ്റെ എഫക്റ്റും ഭിത്തിയിൽ നമ്മൾ പ്രത്യേകത കിട്ടും. നമുക്ക് രാത്രിയിലൊക്കെ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. രാത്രി എന്നല്ല, നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ അവസ്ഥയൊന്ന് മനസ്സിലാക്കാം. വളരെ ഭംഗിയുള്ള തിളക്കം ഉണ്ടാകുന്ന ഒരു ഡിസൈനാണിത്. അതിനുശേഷം നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം, തണുത്ത വെള്ളം ഒഴിക്കുന്ന ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ഗോൾഡും സിൽവറും ഇട്ടതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടും ഒരുപോലെ ആക്കണത്. അപ്പോൾ ഇത് ഏതാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 12 ലിറ്ററോളം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ്. ഇതൊരു 1 മണിക്കൂറിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ്. ഈ രൂപത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കമ്പനി പറയുന്നതനുസരിച്ച് നമ്മൾ ഇളക്കിയ ഉടനെ നമ്മൾ അപ്ലൈ ചെയ്ത് പോകാമെന്ന് പറയുന്നുണ്ട്, എങ്കിലും അവർ 1 മണിക്കൂർ പറയുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം ചെയ്യുന്നതാണ് അതിൻ്റെ ഗമ്മെല്ലാം അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് പൂർണ്ണതയിൽ എത്തുന്നത്. അതുകൊണ്ട് പശ നന്നായിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും 1 മണിക്കൂറിന് ശേഷം അപ്ലൈ ചെയ്ത് പോകുന്നതാണ് നല്ലത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി അധികമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഈ രൂപത്തിലാണ്. നമ്മൾ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. സ്റ്റീൽ ട്രവലല്ല, നമ്മൾ ഫൈബർ ട്രവൽ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് പുട്ടി ബ്ലേഡ് കൊണ്ട് ചെയ്യാം. അതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് ഫൈബർ ഉപയോഗിക്കാം. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക് ഫൈബറും ട്രവലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഒരു ഭിത്തി ചെയ്യാനായിട്ട് 3 ബാഗുകളും വേണ്ടി വരും. 3 ബാഗ് പൂർണ്ണമായിട്ടും വേണ്ട, എങ്കിലും നമ്മൾ അല്പം ടൈറ്റായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ അവർ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിച്ച് നമ്മൾ ഇടുമ്പോഴത്തേന് അവിടെ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 100-120 സ്ക്വയർ ഫീറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ 3 പാക്കറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 3 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റാക്കി ഇട്ടാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ വലിച്ചിടുമ്പോഴത്തേന് ഗ്യാപ്പൊക്കെ വരാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതിനൊരു വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് കോട്ട് അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ലിക്വിഡ് വാൾപേപ്പർക്ക് ഉപയോഗിക്കാൻ ബേസ് കോട്ട് അടിച്ചിട്ടാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. ഈ മാർക്കറ്റ് പ്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് കോട്ട് അടിക്കേണ്ട, ഏത് അവസ്ഥയിലും നമുക്ക് പ്രതലത്തിൽ അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ്. അതിനൊരു ബേസ് കോട്ട് പ്രൈമർ അടിച്ച് കിടന്ന ഭിത്തിയിൽ നമുക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് അനായാസം നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഒന്നെങ്കിൽ ഫൈബർ ട്രവലോ അല്ലെങ്കിൽ സ്റ്റീൽ ട്രവലോ ഏത് ട്രവൽ വെച്ച് നമുക്ക്, അല്ലെങ്കിൽ സാധാ പുട്ടി ബ്ലേഡ് വെച്ച് നമുക്ക് ഇങ്ങനെ ഈ പാറ്റേൺ അല്ല ഈ ഡിസൈൻ ഇട്ട് മാറാവുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിക്കാൻ നിൽക്കരുത്. ഒരുപാട് വലിക്കാൻ നിൽക്കുമ്പോഴത്തേന് ഇട്ട് എല്ലാവരും പറഞ്ഞു വരും. അത് വളരെ ശ്രദ്ധിച്ച് വലിക്കുക. ഇതാണ് എൻ്റെ അനുഭവത്തിൽ ഇതാണ് ഈ വർക്കിൻ്റെ ഒരു രീതി ആയിട്ട് വരുന്നത്. ഈ വർക്കിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, കാരണം നല്ല അടിപൊളി മെറ്റീരിയൽ. നമുക്ക് വർക്ക് പൂർണ്ണമായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വർക്കിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാവും. വളരെ ഭംഗിയുള്ള, നമുക്ക് വളരെ അനായാസം ചെയ്ത് മാറാവുന്ന ഡിസൈനും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഡിസൈൻ ഇട്ട് മാറാവുന്നതാണ്.
ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം നമ്മൾ കൂടുതൽ വലിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. സ്റ്റീൽ ട്രവലായിരിക്കും കുറേയൂടെ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കിന് ഫൈബർ ഇറങ്ങിയിട്ടുണ്ട്, അതും നല്ലതാണ്. അതൊക്കെ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഈ മാർക്കറ്റ് പ്രോയിൽ നിന്നുള്ളതൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. നമുക്ക് ഇപ്പം ഞാൻ കോട്ടയംകാരനായതുകൊണ്ട് കോട്ടയത്തൊന്നും ഈ ട്രവൽ കിട്ടുന്നത് സ്റ്റീൽ ട്രവൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ നമ്മൾ വരുത്തേണ്ടി വരും. ഈ പാക്കറ്റ് വരുന്നത് 1 കിലോയുടെ പാക്കറ്റാണ് വരുന്നത്. 1 കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് 1 കിലോ നമുക്ക് പറയാൻ പറ്റില്ല. 1 കിലോ എന്നാണ് കമ്പനി പറയുന്നത്. ഈ വർക്ക് ചെയ്യുന്നതിനായിട്ട് മാർക്കറ്റ് പ്രോയുടെ കമ്പനിയെ വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് ചെയ്തു തരും. അതിൽ നമ്മളെപ്പോലുള്ള ടെക്സ്റ്റൊക്കെ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാലും ഈ വർക്ക് നിങ്ങൾക്ക് ചെയ്തു കിട്ടും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ വർക്ക് നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയെ ബന്ധപ്പെട്ട് അവരും ചെയ്തു തരുന്നതായിരിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കാരണം നമുക്ക് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് വേണ്ടാന്ന് വിചാരിക്കണം. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഈ സാധനം ഇളക്കിയെടുക്കാം. പിന്നെ നമുക്ക് നോർമലായിട്ട് ആ ഭിത്തി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും. സാധാരണ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പശ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചിരണ്ടി കളയുമ്പം പുട്ടി പൊളിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാൾപേപ്പറിന് അങ്ങനെ കുറേ ന്യൂനതകളുണ്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് ബ്ലേഡ് കൊണ്ട് വെറുതെ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം ഈ സാധനം മൊത്തം ഇളകിപ്പോരും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റ് പൊടി ഒന്നും പിടിക്കത്തില്ല. പിന്നെ കഴിവതും നമ്മൾ ഈർപ്പമുള്ള വാള ചെയ്യാതിരിക്കുക എന്നുള്ളത്. കമ്പനി പറയുന്നത് ഈർപ്പമുള്ള വാറ ചെയ്തുകൊണ്ടിരിക്കാൻ ഈർപ്പം ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന വലിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും കഴിവതും ഈർപ്പമുള്ള വാള ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വളരെ ഇതിൽ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കിട്ടത്തില്ല. ഉണങ്ങി കഴിഞ്ഞ് ഈ വർക്ക് വളരെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ ഗിൽറ്റ് കൂടെ വരുമ്പോഴത്തേന് വളരെ ഭംഗിയായിരിക്കും. ആരും തർക്കമില്ല കാര്യത്തിൽ. ഈ വർക്കിന് എന്നെ സഹായിക്കാനായിട്ട് കോട്ടമുറി, അത് ഏറ്റവും വലിയൊരു കോട്ടമുറിയുള്ള സതീശൻ എന്ന എൻ്റെ സുഹൃത്താണ് ഇതിനായിട്ട് എന്നെ സഹായിക്കാനായിട്ടുള്ളത്. എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന് സമീപം തൊണ്ണംകുഴി എന്ന സ്ഥലത്താണ്. ദുബായിൽ എയർപോർട്ട് ജീവനക്കാരനായ രാജേഷ് എന്ന ആളുടെ ഭവനത്തിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ചാണ് എന്നെ കൊണ്ട് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ വർക്ക് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൊണ്ട് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും